മ്യാൻമർ ബോർഡറിലുള്ള യാത്രയുടെ അടുത്ത പാർട്ട് സെയിം ഇതാണ്. എല്ലാം ഇതാണുണ്ട്. ഇതൊരു ഗ്രാമമായിട്ടാണ് പറഞ്ഞത്, ഒരു ഗോത്ര ഇത് ചെയ്യുന്നത്. ഒന്ന് അങ്ങോട്ട് ഉണ്ട് കേട്ടോ ഒത്തിരി. അത് റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട്, താഴെ വീടുകളുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല പോകാൻ. പിന്നെ അറിയില്ലാത്ത ഇതൊക്കെ എന്തിനാണ് പോകുന്നത്. ഇത് എന്ത് പറയുകയാണെങ്കിൽ അതൊരു കൊണിയാക് ട്രൈബിൻ്റെ, കൊണിയാക് എന്ന് പറയുമ്പോൾ നാഗാലാൻഡ് ട്രൈബാണ് ഏറ്റവും വലിയൊരു ട്രൈബ്. ഈ ട്രൈബിൻ്റെ ഒരു ഭാഗമാണിത്, ലൊങ്ങ വില്ലേജ്. ഡിവൽസ് ഡെസ്റ്റിനേഷൻ. ഇവിടേക്ക് അവരെയും വരാം, അവിടെ വരാം. പക്ഷേ ഇവർക്ക് അങ്ങ് കടന്ന് ഞങ്ങൾ താമസിക്കുന്ന അത്ര ആകുമ്പോൾ വരാൻ പറ്റത്തില്ല. ഇത്ര ഈ ഒരു ഗ്രാമം വിട്ട് വരണ്ട. പക്ഷേ ഒരു ഗ്രാമം എത്ര ഞാൻ പിന്നെ പറയട്ടെ, എത്ര സ്ക്വയർ കിലോമീറ്റർ അത് ഞാൻ മറന്നുപോയി, ഞാൻ നോക്കിയിട്ട് പറയാം. ആ ഗ്രാമത്തിൻ്റെ മെയിൻ കാഴ്ചകളിലേക്ക് ഞാൻ പോകട്ടെ. നമ്മൾ ആ ഇതിൻ്റെ എന്നാ പറയണേ, ഈ ഗ്രാമത്തലവൻ്റെ വീടുണ്ട്. ഗ്രാമത്തലവൻ പണ്ടൊക്കെയാണ്, ഇപ്പോൾ പേരിനേ ഉള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യുന്ന വീടുകളാണ്. ഇപ്പോൾ ഇത് ഏത് ഷെഡൊക്കെ ഇട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വീടാണ്. പണ്ട് സ്റ്റൈലിൽ ഈ ഓല മേഞ്ഞതും അങ്ങനെയൊക്കെ ആയിരുന്നു. അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ വരുന്ന വീടും, പിന്നെ എന്നാ പറയണേ, പിന്നെ ഒരു വാച്ച് ടവറുണ്ട്. ഇവരെ ഗ്രാമത്തിലേക്ക് കടന്ന് അവർ ഉള്ളിലേക്ക് കയറി, നമുക്ക് അവരെ മ്യാൻമാറിലേക്ക് ഉള്ളിലേക്ക് ഇത്ര കിലോമീറ്റർ കയറി. അയ്യോ, പട്ടി അണയ്ക്കുമ്പോഴാണ് മേളിൽ കയറി. എൻ്റെ അമ്മേ, ഇതുണ്ടോ മ്യാൻമാർ പോസ്റ്റാണ്. മ്യാൻമാർ ബർമ ലാംഗ്വേജാണത്. ഇതുണ്ടോ, ഇത് ഇന്ത്യ ഹിന്ദിയിൽ, ഇങ്ങേ സൈഡിൽ ബർമ. ഇതുണ്ടോ ഈ ഗ്രീൻ വാലി താഴ്വരകൾ, ബർമ. ഇത് നമ്മൾ കാണിച്ചെന്ന അല്ലുങ്ക എന്ന ഗ്രാമം. ഇതൊക്കെ ആ ചുവന്നത് കണ്ടോ, അതാണ് നമ്മൾ ആദ്യം പോയ രാജാവിൻ്റെ വീട്. അയ്യോ, ഇവിടുന്ന് വണ്ടി എടുത്ത് ഈ കുന്നിൻ്റെ മേളിൽ കയറി. ഇനിയുണ്ട് കേട്ടോ, ആ വഴി കണ്ടോ, അതിലൂടെ നമുക്ക് പോയി അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് മൊത്തം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വേറെ രാജ്യത്താണ്. ആ രാജ്യത്ത് നമുക്ക് കുറച്ച് പോവാം, അതുകൊണ്ട് കാണിച്ചു തരാം. രസമാണ്. ഈ എൻ്റെ മൊബൈലിൽ അത്ര നല്ല ക്വാളിറ്റി ഇല്ലാത്ത കാരണം കാണണം. നല്ല മൂന്നാറെങ്കിൽ നല്ല സെറ്റ് സൂപ്പർ സംഭവം കേട്ടോ. അത് പറഞ്ഞറിയാൻ പറ്റില്ല. നല്ലൊരു ഉണ്ടോ ഫോഗ്, കോടം മഞ്ഞ് വീഴുന്നതാണ്. എൻ്റെ മൊബൈലിൽ അത്ര ക്ലിയർ അല്ലാത്ത കാരണം അറിയത്തില്ല. ഹായ്, ഒത്തിരി കാണിക്കാനുണ്ട്. ഇപ്പോഴാണ് നല്ലൊരു ഫോണൊക്കെ മിസ് ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു ക്യാമറ ഐഫോണൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. അതൊരു കാഴ്ച കേട്ടോ. അത് ഒരു രാജ്യത്തിൻ്റെ അഞ്ചെന്ന്. ഞാനിപ്പോൾ വേറെ രാജ്യത്താണ്, വേറെ രാജ്യത്തിൽ കൂടെ നടക്കുകയാണ്. ഇത് ഇന്ത്യൻ ഗ്രാമമാണ് കാണുന്നത്. അത്രയും ദൂരെത്തി ആ രാജാവിൻ്റെ തന്നെ ആ വില്ലേജ് ദൂരെ നിന്ന് കാണാം. ഞാനിപ്പോൾ ഒരു 1.5 കിലോമീറ്ററോളം അകത്തേക്ക് കയറി വന്നു. മ്യാൻമാർ എന്ന് പറഞ്ഞൊരു രാജ്യത്താണ്. അതിലൂടെ നടക്കുകയാണ്. കാരണം എന്ത് വ്യൂ ആണെന്നൊക്കെ. അതിർത്തി പ്രദേശമാണ്, അത് കാരണം അതിർത്തി പ്രദേശങ്ങളൊന്നും അങ്ങനെ ഡെവലപ്ഡ് ആയിരിക്കത്തില്ല. എന്നാലും കുഴപ്പമില്ല, നല്ല വ്യൂ. ഇവിടെ എന്തൊരു ഷെഡുണ്ട്, എന്തൊരു ഫാം ഹൗസ് പോലെ ഷെഡുണ്ട് കേട്ടോ. ഫാമിങ് എന്തോ പോലെ അതുണ്ട്, അവിടെ ഉണ്ട് ഷെഡ്. ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ വാച്ച് ടവറിലേക്ക് കയറുകയാണ്. അല്ല കയറി അയ്യോ, അത്ര നടന്നു പോകുന്നുണ്ട്. കണ്ടോ കോട ഇറങ്ങുന്നുണ്ടോ, കോടമഞ്ഞ്. നല്ല സൺലൈറ്റും കോടമഞ്ഞും. ആഹാ, ഇതുപോലൊരു സൺലൈറ്റ് പ്ലസ് കോടമഞ്ഞ് ഇതുണ്ടോ. ഇതൊരു സ്കൂളാണ്, ഒരു പച്ച പള്ളി. എൻ്റെ മൊബൈൽ കൊള്ളത്തില്ല കേട്ടോ. അത്
അത് ബർമയിലെ ഒരു സ്കൂളാണ്, അവരുടെ ഭാഷ പഠിക്കുന്നു. പക്ഷേ ഇന്ത്യൻ പിള്ളേരും അവിടെ പഠിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇവിടെ ലെവൽസ് പൊസിഷൻ പോലെയാണ്. ഇതുണ്ടോ, അതായത് ഇതാണ് മ്യാൻമാർ, ഒരു രാജ്യം. ഞാൻ ആംബിയൻസ് വേറെയാണോ, നല്ല സൂപ്പർ. ഇതൊക്കെ വരണം, നമുക്ക് പ്ലാൻ ചെയ്യാം. അതിൻ്റെ ഇടയ്ക്കൊരു നമ്മുടെ മല്ലൂസിൻ്റെ ഒരു സംഭവം കാണിച്ചു കേട്ടോ, ഉണ്ടോ? ഷിജാസ് KJ കേരള മല്ലൂസ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ റിട്ടേൺ യാത്ര പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. മൊബൈലിലൂടെ കാണിച്ചപ്പോൾ അത്ര ഒന്നും തോന്നിയില്ലെങ്കിലും പക്ഷെ നേരിട്ടുമാണ് കാണുന്ന ഫീലിങ്സ്, അതിൻ്റെ ആംബിയൻസും വേറെ കേട്ടോ. തണുപ്പ്, പിന്നെ ആ പ്രകൃതി ഭംഗി, അതും. ഇന്നത്തെ യാത്ര അവസാനിച്ചെങ്കിലും ഇനിയുണ്ട് യാത്ര. അത് ഈ ഗ്രാമത്തിന് താഴ്ഭാഗമായിട്ടൊരു നദിയുണ്ട്. നദിയിൽ ഞങ്ങളൊരു നേച്ചർ ക്യാമ്പിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല, പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ അതൊരു 60ഓളം പേരുണ്ട്. അവിടെ ചെറിയൊരു ട്രക്കിങ്, അത് വന കേട്ടോ, കുടുംബന ട്രക്കിങ്, പിന്നെ ഫിഷിങ്, ക്യാമ്പിംഗ് ഇല്ല, സോറി, പിക്നിക്ക്, അങ്ങനെ സ്റ്റൈൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. പക്ഷേ നമ്മുടെ വീഡിയോ അത്ര ക്ലിയർ അല്ല, എന്നാലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോ എപ്പിസോഡ് കഴിയുന്തോറും ഞാൻ അത് ഇമ്പ്രൂവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്വാളിറ്റി ആയിട്ട് ഞാൻ കൊണ്ടുവരാം.